ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളത്തിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇത് വരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഇന്നത്തെ ഗൈഡൻസ് എന്താണ്. ഇന്നത്തെ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. മിറക്കിൾസ് ആണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ, മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വരും എന്നാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടിയേക്കാം. ഇന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയ ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഒരു മിറക്കിൾ പോലെ നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല ഇന്ന് ഏറ്റവും കൂടുതൽ ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ സന്തോഷങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്ന് വേണം പറയാം. ഇന്നത്തെ ദിവസം വളരെ വളരെ സന്തോഷത്തിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇരിക്കാൻ പറ്റും. അപ്പം മിറക്കിൾസ് പ്രതീക്ഷിക്കുക. നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുക. കാരണം ഇതിനകത്ത് കുറേ റെയിൻബോ ഉണ്ട്. അപ്പോൾ റെയിൻബോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയം മാത്രമേ നമ്മളുടെ മുന്നിലുണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു ചെറിയ സമയം നമ്മളതിനെ കാണുമ്പോൾ തന്നെ നമുക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഈ മഴവില്ല് കാണുമ്പോൾ. അത് എത്ര പ്രായമായാലും എത്ര പ്രായമായിട്ടുള്ള ആൾക്കാരായാലും മഴവില്ല് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നും. പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ അത്രയും ആരെയും സന്തോഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ്. എന്തും സന്തോഷത്തോടു കൂടി അത്രയും ഒരു സന്തോഷം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത്. അപ്പോൾ മിറക്കിൾസ് വരും എന്നുള്ളതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോടതി വിധിയൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതെന്നാണ് കാണുന്നത്. ഓപ്പൺസ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഒന്നും ജഡ്ജ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തരുന്ന സന്തോഷങ്ങളെ സ്വീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ റിസീവ് ചെയ്യാൻ തയ്യാറായിരിക്കുക. വരുന്ന അനുഗ്രഹങ്ങളെല്ലാം റിസീവ് ചെയ്യാൻ തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. പ്രൊട്ടക്ഷനാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് പ്രൊട്ടക്ഷനാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമോ ഒക്കെ ഇന്ന് നിങ്ങളെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇപ്പോൾ ഇതിനകത്തൊരു തണ്ടർ ബോൾട്ട് ഉണ്ട്. അപ്പോൾ പക്ഷേ അതുണ്ടെങ്കിലും ഈ മരത്തിനൊരു കുലുക്കോ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകണില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം. എത്ര വലിയ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ദൈവമുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വേണം എന്നാണ് കാണുന്നത്. ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ധാരാളം സാധ്യതകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ദിവസവും കൂടിയാണ്. നിങ്ങളത് മാക്സിമം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഫോർ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. ഇത് ഫോർ ഓഫ് ഫയർ ആണ്. അപ്പോൾ ഇതിലും പ്രോസ്പെറിറ്റിയാണ് വരുന്നത്. നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സെലിബ്രേഷന് ഇന്നത്തെ ദിവസം നിങ്ങൾ പങ്കെടുക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ഫാമിലി ആയിട്ടായിരിക്കാം, വിവാഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷനോ ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതിൽ വളരെയധികം മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തിയെ കാണാനും മതി കേട്ടോ. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം. ടു ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ചില ആൾക്കാർക്ക് ഒരു
ഡിസിഷൻ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ, എന്തോ ഒരു കാര്യം അവോയ്ഡ് ചെയ്യണം, അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം അവോയ്ഡ് ചെയ്ത് കളയുക. മറ്റ് ആൾക്കാരുടെ ചില എനർജി നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കളയുക. നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാർ നമ്മളോട് എന്തെങ്കിലും ഗോസിപ്പ് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ കേൾക്കാൻ പോകാതിരിക്കുക. കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. പല ആൾക്കാർക്കും കൺഫ്യൂഷൻ മാറ്റി വയ്ക്കുക. നമ്മൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ ദൈവത്തോട് തന്നെ ചോദിക്കുക, നമ്മളോട് തന്നെ ചോദിക്കുക നമ്മൾ ഏത് വഴിയാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ചില ഡിസിഷൻ എടുക്കാനുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ ദിവസം നിങ്ങളത് ചെയ്യാതിരിക്കുക. ആ ഒരു ഡിസിഷൻ ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് എയറിൻ്റെ എനർജിയാണ്. വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെയ്യുള്ളൂ എന്നാണ് കാണുന്നത് ഇതിനകത്ത്. ശരിക്കും ഒരു ഡിറ്റർമിൻഡ് ആയിരിക്കും ഇന്നത്തെ ദിവസം. നിശ്ചയദാർഢ്യം കൂടുതലായിരിക്കും. എന്ത് വന്നാലും എനിക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം പ്രത്യേക ഒരു എനർജി ഉണ്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കും. ഒരു മോട്ടിവേഷനൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണിത്. അപ്പോൾ മറ്റുള്ളവർ പറയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ എത്ര നെഗറ്റീവായിട്ടിരിക്കുന്ന സന്ദർഭങ്ങളിലും ആരെങ്കിലും ഒന്ന് പോസിറ്റീവ് ആക്കാൻ നോക്കിയാൽ നിങ്ങൾ ആ ഒരു എനർജിയെ നിങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഇതൊന്നും നടക്കാൻ പോണില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് പാടില്ല. പക്ഷേ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് റിസീവ് ചെയ്യണം എന്നുള്ളതാണ് കാണുന്നത്. നൈറ്റ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ് ഇതെല്ലാം. രണ്ടും നൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു യൗവനത്തിൻ്റെ എനർജിയാണ് ഇത്, ഒരു യങ് എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഉന്മേഷമൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യാനും എന്തും പെട്ടെന്ന് ചെയ്തു തീർക്കാനും ഒക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. ഒരു ചലഞ്ചൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. ഒരു ചലഞ്ചൊക്കെ ചെയ്യാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ഇന്നത്തെ ദിവസം നിങ്ങൾ തന്നെ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആകും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നാണ് കാണുന്നത്. 8 ഫയറിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളൊരു ട്രാവൽ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ട്രാവൽ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ കൂടുതൽ ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ചെറുതോ വലുതോ ആയ യാത്രകൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവും എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ദിവസം മാത്രം കഴിഞ്ഞ് മാത്രം നടക്കുമെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒന്നിലധികം കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടി വരും. കുറച്ച് റിസ്കി ആയിട്ടുള്ള ചില കാര്യങ്ങൾ, പക്ഷേ ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. കാരണം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ ഒരു വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ്. അതുകൊണ്ട് ശരിക്കും രണ്ടുപേര് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. 9 ഓഫ് എർത്തിൻ്റെ എനർജിയാണ്. ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന ദിവസമാണ് കേട്ടോ ഇത്. ഇത് 5 ഓഫ് എർത്താണ്. ഇത് ഇത് 5 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ നിരാശയിലായിരുന്നുവെങ്കിൽ ആ ഒരു നിരാശയൊക്കെ മാറിയിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നൊരു സമയമാണ്. അപ്പം ഒരു ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. നിങ്ങൾ അടഞ്ഞു കിടന്ന ഒരു വാതിലിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവിടെ ഒരു മാലാഖ വന്ന് തുറക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ വാതിൽ തുറക്കുന്നു എന്നുള്ളതാണ്. നഷ്ടം മാത്രം വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആ നഷ്ടമൊക്കെ മാറി നിങ്ങൾക്കൊരു ലാഭമാകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരു ഗൈഡൻസ് കിട്ടുന്നു എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ എന്താണോ വേണ്ടത്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗൈഡൻസ് ഇന്നത്തെ ദിവസം കിട്ടുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് സാമ്പത്തിക നഷ്ടമൊക്കെ സംഭവിച്ചിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണം എന്നുള്ളൊരു ഗൈഡൻസ് ഒക്കെ ഇന്നത്തെ ദിവസം കിട്ടിയേക്കാം.
എയ്റ്റ് ഓഫ് എയറിൻ്റെ എനർജിയാണ്. ഒരുപാട് ഡൗട്ട് ചെയ്യുന്നു എന്നുള്ളത്, നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്നു, ഒരു ട്രാപ്പിൽ പെട്ടതുപോലെ ഇരിക്കുന്ന ഒരു ആൾക്കാരുടെ എനർജി. മുന്നോട്ട് പോകാൻ പറ്റാത്തവണ്ണം നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ശരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി കുറേ ഉണ്ട് ഇതിനകത്ത്. കുറേ ആൾക്കാർ വളരെ ഹാപ്പിയാണ്, കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ സെയിം ടൈം നിങ്ങൾക്ക് ചില സമയം ഒരു കൺഫ്യൂഷനും വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങോട്ട് പോകണം എന്ന് നിങ്ങളുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് തീരുമാനിക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ധാരാളം അവസരങ്ങളുണ്ട്, പക്ഷെ അതെന്താണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ ബുദ്ധിയുണ്ട്. അപ്പോൾ ആ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കാനാണ് പറയുന്നത്. എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വേണമെന്ന് നഷ്ടപ്പെട്ടു പോയി, പക്ഷെ അത് തിരിച്ച് കിട്ടണം എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. ഒരുപാട് സ്നേഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്ക്, അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അത് എങ്ങോട്ടാണ് നിങ്ങളത് പോകേണ്ടത്, ആ ഒരു വഴി നിങ്ങൾക്കൊരു മാലാഖ ഇന്നത്തെ ദിവസം കാണിക്കുന്നുണ്ട്, ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ചോദിച്ചുകൊണ്ടിരുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി എന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ വേദനയ്ക്കുള്ള ഒരു പരിഹാരമായിരിക്കും ഈ കിട്ടിയത് ചിലപ്പോൾ. എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് വഴി പോകണം, നിങ്ങൾ എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത്, നിങ്ങൾ കൂടെ കൂട്ടേണ്ടത് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്നു എന്നാണ് കാണുന്നത്. 4 ഓഫ് എർത്താണ് ഇതിൽ. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ ഇന്നത്തെ ദിവസം തോന്നുന്നു. കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ്. ചിലപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ അത് വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ചിലവൊക്കെ ചുരുക്കുന്ന ഒരു എനർജിയാണ്. പെട്ടെന്ന് ഒരു ചിലവൊക്കെ ആക്കി കളയുന്ന ആൾക്കാരാണ്. ഓവറായിട്ട് ചിലവാക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ചിലവ് ഒക്കെ ചുരുക്കി ആ ചിലവിലൊക്കെ ഒരു കൺട്രോൾ ചെയ്ത് കുറച്ച് സേവിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. ഏസ് ഓഫ് എയറിൻ്റെ എനർജിയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ലെവൽ ഇന്നത്തെ ദിവസം കൂടുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അതിനുള്ള പ്രാക്ടീസൊക്കെ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചില ആൾക്കാർക്കൊരു സർജറി പോലെയുള്ള കാര്യം വരുന്നു, അല്ലെങ്കിൽ ഉണ്ടായ ആൾക്കാരുടെ എനർജി അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് അതൊന്ന് പുറത്തു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇന്നത്തെ ദിവസം വേണ്ടി വന്നേക്കാം. നിങ്ങൾ വേണമെന്ന് അത് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നേക്കാം. ഈഗോയാണ്. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങൾ ശരിക്കും ഇങ്ങനെയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങൾ അല്ല എന്ന് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഞാൻ മാറൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അത് മാറേണ്ട ആവശ്യകത ഉണ്ടെന്ന് സ്വയം ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ ഒരു കിളിയെ നിങ്ങൾ കൂട്ടിലടച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പുറത്ത് കളയണം, ഫ്രീ ആകണം എന്നുള്ളതാണ്. നമ്മളുടെ ആ ഒരു ലിമിറ്റഡ് ബിലീഫ്സിൽ നിന്നും നമ്മളൊന്ന് പുറത്തിറങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ തന്നെയാണ് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുള്ളത്, വേറെ ആരുമല്ല. ആ ബൗണ്ടറി കടന്ന് പുറത്ത് പോകേണ്ട ആവശ്യം നമുക്ക് മാത്രമാണ്. നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് വളർച്ചയൊന്നും ഉണ്ടാകാൻ പോണില്ല എന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. സോൾ മെസ്സേജ് കൂടി നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആത്മാവിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. യുവർ ഡീപ്പസ്റ്റ് ഡിസയേഴ്സ് കൺസ്ട്രെയിൻ യു ആണ് വന്നിട്ടുള്ളത്. ലെറ്റ് ദം ഗോ ടു ക്ലിയർ യുവർ മൈൻഡ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ ഈ ഒരു സമയം, നിങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരിക്കാം നിങ്ങളുടെ മുന്നിൽ. നിങ്ങളുടെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ആഗ്രഹം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായി എന്ന് വരില്ല. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതൊന്നും നിങ്ങളുടെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ ഒരിക്കലും ഈ എർത്തിലി ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് ഈ സോൾ കാർഡ് പറയുന്നത്. നിങ്ങളുടെ ഡീപ്പായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് സോളിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതൊരിക്കലും ഒരു നമ്മുടെ ഈ എർത്തിലി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് കാണുന്നത്. അത് അതല്ലാത്ത ലൈറ്റിലേക്ക് പോകുന്ന വേറൊരു ഇപ്പം ഡിവൈനുമായിട്ട് കണക്ഷൻ ഉള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ഏറ്റവും ഡീപ്പായിട്ടുള്ളൊരു ഡിസയർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാനാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് സോൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ കുറേ മോശം ഇമോഷൻസ് എല്ലാം അത് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ ക്ലെൻസ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഡീപ്പസ്റ്റ് ഡിസയർ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അതുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ സോൾ കാർഡ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.